ഹായ് എവരിവൺ, വെൽക്കം ടു ചാനൽ സ്വസ്ഥ ഫുഡ്. നമ്മളിന്ന് വളരെ സ്പോഞ്ചി ആയിട്ടുള്ളൊരു കേക്കാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിന് ബീറ്ററിൻ്റെയോ അവൻ്റെയോ ഒന്നും ആവശ്യമില്ല. 1 മണിക്കൂറിനുള്ളിൽ നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. പിന്നെ വീഡിയോ കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു കുക്കർ എടുത്തിട്ടുണ്ട്. കുക്കറിൽ ആദ്യം തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഞാൻ ബട്ടർ പേപ്പർ ഒന്നും ഉപയോഗിക്കുന്നില്ല. എണ്ണയൊന്നും എല്ലാ സൈഡിലൊന്ന് തേക്കുക. അതിനുശേഷം സൈഡിലെല്ലാം കുറച്ച് മൈദ ഒന്ന് വിതറുക, തട്ടിക്കളയുക. ഞാനൊരു ബൗൾ എടുത്തിട്ടുണ്ട്. ബൗളിലോട്ട് ഞാനിവിടെ 1 ഗ്ലാസ് മൈദയാണ് എടുത്തേക്കുന്നത്. ഏത് ഗ്ലാസ് എടുക്കുന്നു ആ ഗ്ലാസ്സിന് എല്ലാ അളവും എടുക്കുക. ഇനി ഇതിൻ്റെ അകത്തിലോട്ട് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 പിഞ്ച് ഉപ്പ്, നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. ഇനി ഒരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലോട്ട് ഈ ഗ്ലാസ് തന്നെ 3/4 ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. അതൊന്ന് പൊടിച്ചെടുക്കാം. ഷുഗർ ഇവിടെ നല്ലോണം പൊടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തേക്കുന്ന 3 മുട്ടയാണ്. ഇതും കൂടി ഇതിൻ്റെ ഇട്ടിട്ട് നല്ലോണം അടിച്ചെടുക്കാം. മുട്ട നല്ലോണം അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൽ 1 ടീസ്പൂൺ വാനില എസൻസ് ഇട്ട് കൊടുക്കുക. പിന്നെ സെയിം ഗ്ലാസ്സിന് 1/4 ഗ്ലാസ് സൺഫ്ലവർ ഓയിലാണ് എടുത്തേക്കുന്നത്. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം. അടിച്ചെടുത്ത് ഒരു ബൗളിലോട്ട് ഒഴിക്കാം. ഇനി എടുത്ത് വെച്ചേക്കുന്ന മൈദ കുറച്ചിട്ട് ഇതിൽ മിക്സ് ചെയ്യാം. ഇനി ഒരു സൈഡിലോട്ട് മാത്രം ഇളക്കുക. ഇനി ഇതിനകത്തോട്ട് 1/4 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കുക. റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഒഴിച്ചു കൊടുത്തത്. ഇതിപ്പോൾ നല്ലോണം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ എടുത്ത് വെച്ചിരുന്ന കുക്കറിനകത്ത് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ കുക്കറിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കുക്കർ ക്ലോസ് ചെയ്യാം. ഗ്യാസ്കറ്റ് വെച്ചിട്ട് തന്നെയാണ് ക്ലോസ് ചെയ്യുന്നത്. ഞാൻ ഗ്യാസിൽ പഴയ പാൻ വെച്ചിട്ടുണ്ട്. ഇതൊരു 5 മിനിറ്റ് മുമ്പ് ഒരു മീഡിയം ഫ്ലെയിമിൽ ചൂടാക്കി വെക്കുക. ഇതിലോട്ട് കുക്കർ വെക്കുക. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ ഒരു 40 മിനിറ്റ് ആയിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കാം. കാണാം, ഇവിടെ കേക്ക് നല്ലതായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഇതിലോട്ടൊരു നൈഫ്, ഒരു ടൂത്ത് പിക്ക് എന്തെങ്കിലും വെച്ചിട്ട് ഒന്ന് കുത്തി നോക്കാം എന്തോന്ന്. കാരണം ഇവിടെ നല്ലോണം കേക്ക് വെന്തിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്യാം. തണുത്ത് കഴിഞ്ഞിട്ടൊരു പാത്രത്തിലോട്ട് മാറ്റാം. സൈഡൊക്കെ ഇങ്ങനെ ഇളക്കി വിട്ടിട്ട് ഇനി ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അത് കാണാം, നമ്മുടെ കേക്ക് ഇവിടെ നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. നമ്മുടെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കേക്കാണ്. അപ്പം കാണാൻ ഇവിടെ നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക. ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക. താങ്ക്